ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ലെയർ മാസ്ക് ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് സന്ദർഭങ്ങളിൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ലെയർ മാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ പലരും ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ടൂൾ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഒരുപക്ഷെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ലെയർ മാസ്ക് ഉപയോഗിക്കാനും അതിൽ എക്സ്പെർട്ട് ആവാനും ഒക്കെ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെയർ മാസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലെയറിന്റെ ഏതെങ്കിലും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുകയും ആവശ്യമുള്ള സമയങ്ങളിൽ ആ ഒരു ഭാഗം തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ്. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ആ ഒരു ഭാഗം ഹൈഡ് ചെയ്ത് വെക്കാനാണ് ഞാൻ പോകുന്നത്. അതായത് ആ ഒരു ഭാഗം ലെയർ മാസ്ക് ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ഇമേജ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജിനെ നമുക്ക് ലെയർ മാസ്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമേജിനെ ഇപ്പോൾ ലെയർ മാസ്ക് ചെയ്തിരിക്കുകയാണ്. ലെയർ മാസ്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ബോക്സ് നമുക്ക് നമ്മുടെ ലെയറിന് മുകളിലായിട്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ലെയർ മാസ്ക് സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗം മാത്രം ഹൈഡ് ചെയ്യാനാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ടൂൾ ബാറിൽ നിന്നും ബ്രഷ് ടൂൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ ബ്ലാക്ക് കളർ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലെയറിന്റെ ഏതെങ്കിലും ഭാഗം ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെയർ മാസ്കിൽ ബ്ലാക്ക് കളറാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓൾറെഡി ഇവിടെ വൈറ്റ് കളറും ബ്ലാക്ക് കളറും സെലക്ട് ആയി കിടക്കുന്നുണ്ട്. മുകളിൽ വൈറ്റും താഴെ ബ്ലാക്കുമാണുള്ളത്. താഴെയുള്ള ആ ഒരു ബ്ലാക്ക് കളറിനെ മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ എക്സ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ആ ഒരു ബ്ലാക്ക് കളർ മുകളിലോട്ട് വരുന്നതാണ്. അങ്ങനെ ബ്ലാക്ക് കളർ മുകളിലോട്ട് വന്നിരിക്കുകയാണ്. ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു ബ്രഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഹൈഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഇറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇറേസർ ടൂളിൽ നിന്നും ലെയർ മാസ്കിനെ വ്യത്യസ്തമാക്കുന്നത് ഇറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് തിരികെ കൊണ്ടുവരണം എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്, ആ ഒരു ഭാഗത്തെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സാധിക്കുന്നതല്ല. ഇവിടെ ലെയർ മാസ്ക് നമ്മൾ ചെയ്തതുകൊണ്ട് ഇത്രയും ഭാഗം നമ്മളിപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തെ വീണ്ടും നമുക്ക് തിരികെ കൊണ്ടുവരണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് കളറാണ് നേരത്തെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. കീബോർഡിൽ എക്സ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് താഴെയുള്ള വൈറ്റ് കളറിനെ മുകളിലോട്ട് തന്നെ കൊണ്ടുവരുന്നു. ഇപ്പോൾ മുകളിൽ വൈറ്റ് കളറാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതിനുശേഷം ആ ഒരു ബ്രഷ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഇതേപോലെ തിരികെ കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഇതേപോലെ തിരികെ കൊണ്ടുവരാൻ പോവുകയാണ്. ശേഷം ഈ ഒരു ഭാഗം വീണ്ടും ഹൈഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ബ്ലാക്ക് കളർ മുകളിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ബ്രഷ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ലെയറിന്റെ ഭാഗങ്ങൾ ഹൈഡ് ചെയ്യാനും ഹൈഡ് ചെയ്ത ഭാഗങ്ങൾ തിരികെ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ട് നമ്മൾ ലെയർ മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെയർ മാസ്കിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു യൂസേജ് എന്ന് പറയുന്നത് റാസ്റ്ററൈസ് ചെയ്യാതെ തന്നെ നമ്മുടെ ലെയറുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നതാണ്. റാസ്റ്ററൈസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഒരു ഇമേജിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഈ ഒരു ലെയർ മാസ്ക് ഒഴിവാക്കുന്നു. ലെയർ മാസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെയർ മാസ്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെയർ മാസ്കിനെ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇമേജ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇമേജിന് മുകളിൽ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് വലുതാക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം കീബോർഡിൽ കൺട്രോൾ ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ താഴെ സെലക്ട് ആയി കിടക്കുന്ന ആ ഒരു വൈറ്റ് കളറിനെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലെയർ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഇമേജിന്റെ ലെയറും അതേപോലെ തന്നെ അതിന് മുകളിലായിട്ട് ഒരു ടെക്സ്റ്റ് ലെയറുമാണുള്ളത്. ശേഷം ഈ ഒരു ടെക്സ്റ്റിന്റെ ഇത്രയും ഏരിയ ഞാൻ ഒന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഭാഗം ഹൈഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇറേസർ ടൂൾ ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഇറേസർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ടെക്സ്റ്റിൽ ഇറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടൂൾ ബാറിൽ നിന്നും ഈ ഒരു ഇറേസർ ടൂൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതല്ല. മൗസിന്റെ കഴ്സർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് ഒരു പ്രത്യേക ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു ടെക്സ്റ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു വാർണിംഗ് മെസ്സേജ് നമുക്ക് വരുന്നതാണ്. ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളിൽ കൂടുതൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റിനെ റാസ്റ്ററൈസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ടെക്സ്റ്റിനെ റാസ്റ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് സാധ്യമാണ്. പക്ഷേ ആ ഒരു ടെക്സ്റ്റിനെ പിന്നീട് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ലെയർ മാസ്ക് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്യാൻസൽ എന്ന് പ്രസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇത് റാസ്റ്ററൈസ് ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ടാണ് ക്യാൻസൽ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ലെയർ മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടെക്സ്റ്റിന്റെ ലെയർ സെലക്ട് ചെയ്തിരിക്കുകയാണ്.
ശേഷം ഈ ഒരു ലെയർ മാസ്കിന്റെ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ലെയർ മാസ്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ സെലക്ട് ആയി കിടക്കുന്ന കളർ ബ്ലാക്ക് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നു. കാരണം ഏതെങ്കിലും ഭാഗം ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളറാണ് ഉപയോഗിക്കുന്നത്. ശേഷം ഞാനിവിടെ ഈ ഒരു ബ്രഷ് ഇതേപോലെ ഒന്ന് ചെറുതാക്കുന്നു. ബ്രഷ് ചെറുതാക്കാനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് ഇതാണ്. വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ ആണ്. ഞാനിപ്പോൾ ബ്രഷ് ഏകദേശം ഈ ഒരു വലുപ്പത്തിലേക്ക് ചെറുതാക്കുന്നു. ശേഷം ഇവിടെ മുകളിൽ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ ബ്ലാക്ക് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നു. ശേഷം ഞാൻ ഇത്രയും ഏരിയ ഇതേപോലെ ഒന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ഇവിടെ ബ്രഷ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇത്രയും ഏരിയകളൊക്കെ ഹൈഡ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഹൈഡ് ചെയ്യുന്ന സമയത്ത് ചില ഏരിയകളിൽ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്കിന് പകരം നമുക്ക് വൈറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. വൈറ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ എക്സ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കീബോർഡിൽ എക്സ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ഹൈഡായി കിടക്കുന്ന ഭാഗം ഇതേപോലെ വീണ്ടും തിരിച്ചു വരുന്നതാണ്. വീണ്ടും ഞാൻ എക്സ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതൊന്നുകൂടെ ഹൈഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ റാസ്റ്ററൈസ് ചെയ്യാതെ തന്നെ നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നു. ശേഷം ടെക്സ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ പോവാണ്. ഇതേപോലെ ടെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ ലെയർ മാസ്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ടെക്സ്റ്റിൽ എഡിറ്റിംഗ് സാധ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ കിങ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഒന്നും കൂടെ ഇവിടെ മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റി വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ പോവാണ്. പക്ഷെ അതിനോട് കൂടെ നമ്മുടെ മാസ്കും പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനോട് കൂടെ ഈ ഒരു മാസ്കിന്റെ ഭാഗം നമുക്ക് വരേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അതിന് മുമ്പായിട്ട് ഞാൻ Ctrl+Z എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ രൂപത്തിലേക്ക് തന്നെ മാറ്റുന്നു. ഇപ്പോൾ നമ്മുടെ ലെയർ ഈ ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റിനെ മാത്രം നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ചെയിനിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ലെയർ മാസ്കിനെയും നമ്മുടെ ലെയറിനെയും അൺലിങ്ക് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റും അതേപോലെ തന്നെ മാസ്കും സെപ്പറേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ഏകദേശം ഈ ഒരു ടെക്സ്റ്റിനെ പല ഭാഗങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാണ് ലെയർ മാസ്കിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വർക്കുകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1-2 എക്സാമ്പിൾ കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോവാണ്. ഞാനിവിടെ Ctrl+O എന്ന് പ്രസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഇമേജ് ഓപ്പൺ ആക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഈ ഒരു ഇമേജിലുള്ള ഈ ഒരു സിയുടെ ഭാഗം ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഇമേജ് ഓപ്പൺ ആക്കാൻ പോവാണ്. ഞാനിപ്പോൾ മറ്റൊരു സിയുടെ ഇമേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമ്മുടെ ഈ ഒരു ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇമേജിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഫയലിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിന് ഡ്രോപ്പ് ചെയ്യുന്നു. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ശേഷം ഇത്രയും ഭാഗം നമ്മുടെ ഈ ഒരു ഇമേജിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ലെയർ മാസ്ക് ഇവിടെ അപ്ലൈ ആയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഭാഗം ഇവിടെ ഹൈഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ മുകളിൽ സെലക്ട് ആയി കിടക്കുന്ന കളർ ബ്ലാക്ക് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നു. ഏതെങ്കിലും ഭാഗം ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശേഷം നേരത്തെ ചെയ്തപോലെ തന്നെ നമ്മുടെ ബ്രഷ് ഒന്ന് വലുതാക്കാൻ പോവാണ്. ശേഷം ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഭാഗം ഇതിൽ നിന്നും ഹൈഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കൂടുതൽ ഭാഗം ഹൈഡായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഭാഗം തിരിച്ച് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. എക്സ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തിലൂടെ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഹൈഡായി എന്ന് തോന്നുന്ന ഭാഗങ്ങൾ തിരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഇമേജുകൾ മെർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ലെയർ മാസ്ക് യൂസ്ഫുൾ ആണ്. ഇനി മറ്റൊരു ഇമേജിന്റെ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാൻ പോവാണ്. ഞാനിവിടെ ഒരു എലിഫന്റിന്റെ ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു എലിഫന്റിനെ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു എലിഫന്റിനെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്കിവിടെ ടൂൾ ബാറിൽ നിന്നും ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന ആ ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു ടൂൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ എലിഫന്റിനെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. ഫോട്ടോഷോപ്പിന്റെ കുറച്ച് പുതിയ വെർഷനിലൊക്കെയാണ് ഈ ഒരു ടൂൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു എലിഫന്റിന്റെ ഇമേജ് മാത്രം ഇതേപോലെ സെലക്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു ഭാഗത്തെ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ലെയർ മാസ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എലിഫന്റിന്റെ ഭാഗം മാത്രം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു താഴെ ഭാഗം കറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ സെലക്ഷൻ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഹൈഡായി കിടക്കുന്ന ആ ഒരു ഏരിയയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ബ്രഷ് ടൂൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഭാഗമാണോ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം ഇതേപോലെ നമുക്ക് ബ്രഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഏരിയയും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്.
നമുക്ക് ഇതേപോലെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആഡ് ചെയ്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ലെയർ മാസ്കിലൂടെ സാധിക്കുന്നതാണ്. ഞാൻ ഒന്നുകൂടെ ഇവിടെ എക്സ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ഇത്രയും ഭാഗം വീണ്ടും ഹൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രം നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം നമുക്ക് മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു എലിഫന്റിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിനെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്കൊക്കെ മാറ്റി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഇതിനെ സെറ്റ് ചെയ്യുന്നു. ശേഷം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സോളിഡ് കളർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ആ ഒരു കളറിനെ നമ്മുടെ ലെയറിന് താഴോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലെയർ മാസ്കിന്റെ മറ്റൊരു യൂസേജ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ ഞാനിവിടെ കാണിക്കാൻ പോവാണ്. Ctrl O എന്ന് പ്രസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഒരു ബേർഡിന്റെ ഇമേജ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ശേഷം ഞാനിവിടെ അഡ്ജസ്റ്റ്മെന്റ് ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരു ലെയർ കൂടെ വന്നിരിക്കുകയാണ്. കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലെയർ ആണ് ആ ഒരു ലെയർ. ആ ഒരു ലെയർ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജിനെ കറക്റ്റ് ആയിട്ട് കളറിൽ തന്നെ ലഭിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ലെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് മാത്രമാണ് ഇവിടെ ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. അതിനോട് കൂടെ തന്നെ ഇവിടെ ലെയർ മാസ്കിന്റെ ഒരു ഓപ്ഷൻ കൂടെ വന്നിരിക്കുകയാണ്. ശേഷം ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇത്രയും ഭാഗം ഞാനൊന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു ബേർഡിന്റെ ഇമേജ് മാത്രമാണ് നമുക്ക് കളറിൽ ലഭിക്കേണ്ടതുള്ളത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ബേർഡിന് മുകളിലായിട്ട് ആ ഒരു ബ്രഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബേർഡിന്റെ ഭാഗം മാത്രം നമുക്ക് ഇതേപോലെ കളർ ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഇവിടെ കുറച്ച് ഭാഗങ്ങൾ എക്സ്ട്രാ ഹൈഡായി വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കൂടെ നമുക്ക് തിരിച്ച് ആദ്യത്തെ രൂപത്തിലേക്ക് തന്നെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതേപോലെ ഒന്ന് ഈ ഒരു ഭാഗത്ത് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിനെ ഇതേപോലെ പെർഫെക്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ലെയർ മാസ്ക് വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫോട്ടോഷോപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ബേസിക് ടൂൾ മുഴുവൻ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൂടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.